പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ ഷീബ ടീച്ചറാണ്. കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു യാത്രാ വിവരണ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അയോട്ട അഥവാ ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് യൂണിവേഴ്സിറ്റീസ് ഓഫ് ദ തേർഡ് ഏജ് സംഘടിപ്പിക്കുന്ന ഒരു കോൺഫറൻസിൽ പങ്കെടുക്കുക എന്നതായിരുന്നു ഈ ഒരു യാത്രയുടെ ലക്ഷ്യം. പല ജില്ലകളിൽ നിന്നും വന്ന ഞങ്ങൾ 23 യാത്രികക്കാർ രാത്രി കൃത്യം 10:30 തന്നെ ഫ്ലൈറ്റിലേക്ക് കയറി. രാത്രി 11:30 ആയപ്പോൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. 31-ാം തീയതി രാവിലെ 6:21 സിംഗപ്പൂരിൽ എത്തിച്ചേർന്ന ഞങ്ങൾ അടുത്ത ഹോങ്കോങ് ഫ്ലൈറ്റിനായിട്ട് കാത്തിരുന്നു. സിംഗപ്പൂരിൽ നിന്നും സ്കൈ ട്രെയിൻ വഴി ഞങ്ങൾ ഹോങ്കോങ് ഫ്ലൈറ്റിനായിട്ട് 20 എന്ന ഗേറ്റ് നമ്പറിലേക്ക് കടന്നു. 31-ാം തീയതി രാവിലെ കൃത്യം 9 തന്നെ ബോർഡിംഗ് കഴിഞ്ഞ് ഞങ്ങൾ സിംഗപ്പൂർ എയർലൈൻസിൽ ഹോങ്കോങ്ങിലേക്ക് ഉള്ള ഫ്ലൈറ്റിൽ കയറിയിരുന്നു. രാവിലെ 10:30 ആയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എത്തി. വെജിറ്റബിൾ പുലാവ് ഓർ ചിക്കൻ സോസേജ് വിത്ത് ഫ്രൂട്ട്സ്, ബൺ ആൻഡ് സ്ട്രോബെറി യോഗർട്ട്. ഭക്ഷണശേഷം വീണ്ടും പലവിധ പരിപാടിയിലേക്ക് കടന്നപ്പോൾ സമയം പോയതറിഞ്ഞില്ല. ഉച്ചസമയം 12:34 വിമാനം ഹോങ്കോങ്ങിൽ ഇറങ്ങി. യു3 സംഘത്തിൽപ്പെട്ട 23 പേരിൽ 6 പേർ ഇമിഗ്രേഷനിൽപ്പെട്ട് വലഞ്ഞ സംഭവം മറക്കാൻ പറ്റാത്ത ഒരനുഭവമായി. PAR എന്ന പ്രീ അറൈവൽ ഫോമിൽ ടൈപ്പ് ചെയ്തതിൽ വന്ന ചില പിശക്, 2 വാക്കുകൾക്കിടയിലെ കുത്ത്, കോമ, ജില്ലയ്ക്ക് ശേഷമുള്ള കേരള എല്ലാം തന്നെ 6 പേർക്കാണ് പ്രശ്നമായത്. പാസ്പോർട്ടിൽ എന്താണോ അതുപോലെ തന്നെ വേണമെന്ന ലേണിംഗ് എക്സ്പീരിയൻസ് ആദ്യമായി പഠിപ്പിച്ച ഹോങ്കോങ്കാർക്ക് നേരെ എന്ത് പറയണമെന്നറിയാതെ എല്ലാവരും നിന്നു. അവർ 6 പേർ എയർപോർട്ടിന് വെളിയിൽ കടന്നപ്പോൾ വൈകുന്നേരം 4 മണിയായിരുന്നു. ഹോങ്കോങ് എയർപോർട്ടിൽ നമ്മുടെ ടൂർ ഗൈഡായ പീറ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹം വണ്ടിയിൽ ഞങ്ങളുടെ താമസ സ്ഥലമായ ഹാർബർ പ്ലാസ മെട്രോപോളിസ് എന്ന ഹോട്ടലിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി. പോകുന്ന വഴിയിൽ മാപ്പ് കാണിച്ച് ഹോങ്കോങ്ങിൻ്റെ ഒരു ഏകദേശ രൂപം നൽകാനും പീറ്റർ മറന്നില്ല. ചൈനയിലെ ഒരു പ്രത്യേക ഭരണ മേഖലയാണ് ഹോങ്കോങ്. പേൾ നദിയുടെ ഡെൽറ്റയിൽ ചൈനയുടെ തെക്ക് കിഴക്കൻ തീരത്ത് തെക്കൻ ചൈന കടലിന് അഭിമുഖമായി കിടക്കുന്ന പ്രദേശമാണ് ഹോങ്കോങ്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക വ്യാപാര പ്രദേശങ്ങളിലൊന്നാണ് ഈ ഹോങ്കോങ്. 1842 മുതൽ ബ്രിട്ടീഷ് കോളനി ആയിരുന്ന ഹോങ്കോങ് 1997 ചൈനയ്ക്ക് തിരികെ കിട്ടി. ഹോങ്കോങ് ബേസിക് നിയമത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന പ്രത്യേക ഭരണ മേഖലയായിട്ടാണ് ഇത് നിലനിൽക്കുന്നത്. ചൈനയും ബ്രിട്ടനും സംയുക്തമായി നടപ്പാക്കിയ പ്രഖ്യാപനമനുസരിച്ച് 2047 വരെ ഹോങ്കോങ്ങിന് സ്വയം ഭരണാവകാശം ഉണ്ടാകും. ഒറ്റ രാജ്യം 2 വ്യവസ്ഥാ സമ്പ്രദായം അനുസരിച്ച് ഹോങ്കോങ് സ്വന്തം നിയമവ്യവസ്ഥ, നാണയം, കസ്റ്റംസ് നയം, സാംസ്കാരിക സംഘം, കായിക സംഘം, കുടിയേറ്റ നിയമം എന്നിവ നിലനിർത്തുന്നു. വൈകിട്ട് 5 മണിയോടെ നമുക്ക് താമസ സൗകര്യം ഏർപ്പെടുത്തിയിരുന്ന ഹാർബർ പ്ലാസ മെട്രോപോളിസ് എന്ന 4 സ്റ്റാർ ഹോട്ടലിലേക്ക് എത്തി. അല്പസമയത്തിന് ശേഷം വീണ്ടും ഹോങ്കോങ് യൂണിവേഴ്സിറ്റിയിലേക്ക് എല്ലാവരും എത്തിച്ചേർന്നു. വെൽക്കം റിമാർക്സിനും സ്പെഷ്യൽ ഗസ്റ്റ് റിമാർക്സിനും ശേഷം കൾച്ചറൽ പ്രോഗ്രാംസ് ആയിരുന്നു. ആദ്യം ഇന്തോനേഷ്യയുടെ, അതിനുശേഷം നമ്മുടെ ഇന്ത്യയുടെ. സ്വാഗത നൃത്തത്തിനും യു3 ഗാന കൈകൊട്ടിക്കളിയിലും നമ്മുടെ യു3 സംഘം പങ്കാളികളായി. ഹോങ്കോങ് ഗ്രൂപ്പിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റി.
and learning is lifelong. So you've really shown that with your smiles and your energy, and also very much. വൈകിട്ട് 7:30 ഹോങ്കോങ് യൂണിവേഴ്സിറ്റി ഏർപ്പെടുത്തിയ ഗംഭീര അത്താഴ വിരുന്നിൽ പങ്കെടുത്തതിന് ശേഷം MG യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായ ഡോക്ടർ CT അരവിന്ദകുമാർ സാറും MGU3 ഡയറക്ടറായ ടോണി സാറുമായിട്ട് അല്പസമയം സംസാരിച്ചു. അതിനുശേഷം നമ്മുടെ ഗ്രൂപ്പിലെ എല്ലാവരും തന്നെ താമസ സ്ഥലത്തേക്ക് പോകാനായിട്ട് തയ്യാറെടുത്തു.